നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് തകർപ്പൻ ജയം. മികച്ച തുടക്കമിട്ടിട്ട് ഇടക്കാലത്തൊന്ന് കാലിടറിപ്പോയ ചെൽസി ഇതാ വീണ്ടും വിജയ വഴിയിൽ. വോൾസിന് ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ചെൽസിക്ക് വേണ്ടി അഡ്രാബിയോ, കുക്രേയ, മഡോക്ക് എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് വോൾസിന്റെ ഗോൾ ഡൊഹേർട്ടിയുടെ വകയായിരുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാക്സൺ, പാൽമർ, മഡൂക്ക്, പെട്രോനെറ്റോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 24ാമത്തെ മിനിറ്റിൽ അഡ്രാബിയോയിലൂടെ ചെൽസി ലീഡെടുത്തിരുന്നു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഡൊഹേർട്ടിയിലൂടെ വോൾസ് ആ ഗോൾ മടക്കി. രണ്ടാം പകുതിയിൽ കുക്കറയും മഡൂക്കും ഗോളടിച്ചതോടുകൂടി ചെൽസി വിജയിച്ച് കയറുകയായിരുന്നു. വിജയത്തോടുകൂടി ഇപ്പോൾ ചെൽസിക്ക് 22 കളികളിൽ നിന്ന് 40 പോയിന്റ്. അവർ 4ാം സ്ഥാനത്താണ്. ഒരു ഘട്ടത്തിൽ 1ാം സ്ഥാനത്തിന് വരെ വെല്ലുവിളി ഉയർത്തി നിന്നിരുന്ന ചെൽസിയാണ് ഇടക്കാലത്തൊന്ന് കാലിടറിപ്പോയതാണ്. പക്ഷേ വീണ്ടും വിജയ വഴിയിലേക്ക് എത്തുന്ന ആരാധകർക്ക് വലിയ സന്തോഷം പകർന്നത്. അതേസമയം വോൾസിൻ്റെ കാര്യത്തിൽ അവരുടെ സൂപ്പർ താരം ബ്രസീലിയൻ താരം മാത്യൂസ് കുഞ്ഞയ്ക്കെതിരെ കളിക്ക് ശേഷം വിക്ടർ പെരീര, അവരുടെ കോച്ച് തന്നെ രംഗത്ത് വന്നത് അത്ഭുതമുളവാക്കി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കുഞ്ഞ ക്യാപ്റ്റനാണ്, സമ്മതിച്ചു, അദ്ദേഹത്തിന് ഫ്രസ്ട്രേറ്റഡ് ആവാം, മത്സരം വിജയിക്കണം, അദ്ദേഹത്തിന് അതാണ് വേണ്ടത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കുഞ്ഞയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് പിടിക്കുന്നില്ല. ഐ ഡു നോട്ട് ലൈക്ക് ഹിസ് ബോഡി ലാംഗ്വേജ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. പക്ഷേ അടുത്ത തവണ എനിക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്നാണ് ഇപ്പോൾ വിക്ടർ പെരീര പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.